ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ആലിബാബയുടെ പാഠം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് ആ പാഠത്തിലെ കുറച്ച് അർത്ഥം വിപരീതം നോക്കാം. അർത്ഥം കുറച്ച് ബുദ്ധിമുട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പം ഞാൻ ബോർഡിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ അത് ഇടുന്നുണ്ട്. അപ്പം ഞാൻ വായിക്കുമ്പോൾ ഓരോന്നിൻ്റെ അർത്ഥം നിങ്ങൾ പറയണം കേട്ടോ, എന്നാലേ ഞാൻ എഴുതുള്ളൂ ബോർഡിൽ. അപ്പം ഒന്ന് നോക്കിക്കോളൂ അർത്ഥം ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് നോക്കൂ. നിരവധി എന്താ? വളരെയധികം. പൊതിരെ, കള്ളന്മാർ സഹോദരനെ പൊതിരെ തല്ലി പറയുന്നുണ്ട് അതിലല്ലേ. പൊതിരെ എന്ന് പറഞ്ഞാൽ അധികമായി. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ പിറന്നവൻ. യഥാസ്ഥാനം തക്കതായ സ്ഥാനത്ത്. അതാ പാറക്കല്ല് നീങ്ങി, പിന്നെ അടക്കി സീസം എന്ന് പറഞ്ഞപ്പോൾ ആ പാറ യഥാസ്ഥാനത്ത് വന്ന് നിന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ തക്കതായ സ്ഥാനത്ത്. മോഷണം എന്നാ കളവ്. അനവധി വളരെ. അനവധി എന്ന് പറഞ്ഞാൽ വളരെ. വിപരീതം നോക്കൂ, വളരെ എളുപ്പാട്ടോ. വിപരീതാർത്ഥം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. വിപരീതം വളരെ എളുപ്പമുള്ള വിപരീതങ്ങളെല്ലാം കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. നോക്കൂ, മുന്നിൽ. മുന്നിൽ വിപരീതം എന്താ? പിന്നിൽ അല്ലേ. അകത്ത്, പുറത്ത്. പോയപ്പോൾ, വന്നപ്പോൾ. അവിടെ, ഇവിടെ. പോയി, വന്നു. മൂത്ത, ഇളയ. നമ്മൾ പറയേണ്ട മൂത്ത ചേട്ടനാണ് എന്നൊക്കെ പറയണത്. നേരെ വിപരീതം എന്താ? ഇളയത്. ഇളയ അനിയനാണ്, എൻ്റെ ഇളയതാണ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ താഴെയുള്ളത് എന്നർത്ഥം അല്ലേ. അപ്പം മൂത്ത വിപരീതം ഇളയ. അപ്പം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും നോക്കണം കേട്ടോ. ബോർഡിലേക്ക് നോക്കൂ. നിരവധി. നിരവധി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം. വളരെയധികം അല്ലേ. പൊതിരെ. ഏതാണ് പറയുന്നത്? പൊതിരെ എന്ന് പറഞ്ഞാല് അധികമായി. പൊതിരെ എന്ന് പറഞ്ഞ അധികമായി. സഹോദരൻ, കൂടെ പിറന്നവൻ. സഹോദരൻ എന്ന് പറഞ്ഞ കൂടെ പിറന്നവൻ. യഥാസ്ഥാനം തക്കതായ സ്ഥാനത്ത്. യഥാസ്ഥാനം എന്ന് പറഞ്ഞാല് തക്കതായ സ്ഥാനത്ത്. അടുത്ത് നോക്കൂ, മോഷണം കളവ് അല്ലേ. മോഷണം എന്ന് പറഞ്ഞാല് കളവ്. അടുത്തത് എന്താണ്? അനവധി. അനവധി എന്ന് പറഞ്ഞാല് വളരെ. നോക്കൂത, അനവധി എന്ന് പറഞ്ഞാൽ വളരെ. ഈ വളരെ എന്നുള്ള അർത്ഥം വരുന്ന രണ്ടർത്ഥങ്ങളുണ്ട്. നിരവധിക്കും ഉണ്ട്, വളരെയധികം എന്നാണ് അർത്ഥം. അനവധി, നിരവധി എന്നൊക്കെ പറഞ്ഞാൽ സെയിം അർത്ഥം തന്നെയാണ്. വളരെയധികം എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ്? നിരവധി എന്ന് പറഞ്ഞാൽ വളരെയധികം. പൊതിരെ അധികമായി. സഹോദരൻ, കൂടെ പിറന്നവൻ. യഥാസ്ഥാനം തക്കതായ സ്ഥാനത്ത്. മോഷണം കളവ്. അനവധി വളരെ. അടുത്ത് നോക്കൂ, വിപരീതമാണ്. വളരെ എളുപ്പമുള്ളതാണ്, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. മൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളയ. എവിടെയാണ് ഇളയ? നോക്കൂ, ഇളയ അല്ലേ. മൂത്ത, ഇളയ. അടുത്ത് നോക്കൂ, മുന്നിൽ. വിപരീതം എന്താണ്? പറയൂ. പിന്നിൽ. അകത്ത്, പുറത്ത്. പോയപ്പോൾ എന്താണ് വിപരീതം വരിക? വന്നപ്പോൾ. പോയപ്പോൾ, വന്നപ്പോൾ. അടുത്തെന്താ? അവിടെ, ഇവിടെ. അവിടെ, ഇവിടെ.
പോയി വന്നു. എവിടെ പോയി? ഇതാ പോയി വന്നു. എന്താണ് വിപരീതം? എല്ലാവരും കൂടി നോക്കിക്കോളൂ. മൂത്ത, ഇളയ, മുന്നിൽ, പിന്നിൽ, അകത്ത്, പുറത്ത്, പോയപ്പോൾ, വന്നപ്പോൾ, അവിടെ, ഇവിടെ, പോയി, വന്നു. വളരെ എളുപ്പമുള്ള വിപരീതങ്ങളാണ് കേട്ടോ. നമ്മുടെ അർത്ഥവും വിപരീതമാണ് നമ്മൾ എന്താ പഠിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഉള്ളത് എന്താ പറയുക, റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ ശ്രദ്ധിച്ച് എഴുതിക്കോളൂ കേട്ടോ. അന്നാന്നത്തെ നോട്ട് നിങ്ങൾ അന്നാന്ന് തന്നെ എഴുതിയെടുത്തോളൂ. അല്ലെങ്കിൽ നാളേക്ക് വെച്ചിരുന്നാൽ അത് നമുക്ക് പിന്നെ അന്നത്തെ നോട്ട് എഴുതാണ്ടാവും. അപ്പോൾ കുറേ ആവുമ്പോൾ നമുക്ക് എഴുതാൻ മടിയാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അന്നാന്നത്തെ നോട്ട് നമ്മൾ അന്നാന്ന് തന്നെ എഴുതി തീർക്കണം. അപ്പം നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.